ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ മക്രോണിയുടെ റെസിപ്പിയാണ്. ഈ റെസിപ്പി നമ്മൾ തയ്യാറാക്കുന്നത് ബുഹാരി റൈസ് തയ്യാറാക്കുന്ന അതേ രീതിയിലാണ്. അപ്പോൾ വളരെ രുചികരമായ ഈ മക്രോണി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായി നമുക്ക് ആദ്യം കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കണം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ മക്രോണി നല്ല പോലെ മുങ്ങിക്കിടക്കുന്ന രൂപത്തിലാവണം. അതിലേക്ക് ഒരു 4 കറുവപ്പട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 6 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. ഏലക്കായ് ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യമുള്ള മക്രോണി ഇതുപോലെ പൊങ്ങി കിടക്കുന്ന രൂപത്തിൽ വേണം ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനൊരു 2 കപ്പ് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം നമുക്ക് അടച്ച് വെച്ച് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ മക്രോണി നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ആവുന്ന ടൈമിൽ നമുക്ക് ഊറ്റിയെടുക്കാം. കൈക്കൊണ്ട് ഇങ്ങനെ തൊടുന്ന ടൈമിലൊരു സോഫ്റ്റ് ആവുന്നത് വരെ നമ്മളിത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം 2 സവാള കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല കേട്ടോ. സവാള വഴറ്റിയെടുക്കുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. കാരണം നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഒരു വലിയ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. അളവൊക്കെ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാൻ ഒരു ക്യാരറ്റ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. ഇതും നമുക്ക് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുക്കാം. നമ്മളിതിലേക്ക് ചേർക്കുന്ന വെജിറ്റബിൾസൊക്കെ നല്ല സോഫ്റ്റായി തന്നെ നമുക്ക് ലഭിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കാബേജ് അങ്ങനെ വേറെ വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ കുറച്ച് കമ്മിയായ ടൈമിൽ ഞാൻ കുറച്ചും കൂടെ കുക്കിംഗ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഒരിക്കലും വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ശേഷം ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിലെ 2 മാഗി ക്യൂബും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് അലിയുന്നത് വരെ നമുക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ മാഗി ക്യൂബ് നല്ലപോലെ അലിയിച്ചെടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ വേവിച്ച് ഊറ്റി വെച്ച മക്രോണി ഒട്ടും കട്ട പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മൂടി വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. നമ്മളിത് 2 മിനിറ്റ് കുക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കുക. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.